കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മരണത്തിൽ തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചിരിക്കുകയാണ് നടൻ തമ്പി ആന്റണി. ജനുവരി 30-ന് ബംഗളൂരുവിലെ ആസ്ഥാന ഓഫീസിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടക്കുന്നതിനിടെ സ്വന്തം തോക്ക് ഉപയോഗിച്ച് ജീവനൊടുക്കിയ റോയിയുമായി ബന്ധപ്പെട്ട സിനിമാ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. റോയിയുടെ മരണം കേരളത്തിലെയും കർണാടകയിലെയും വ്യവസായ ലോകത്തെ ആകെ ഞെട്ടിച്ചിരുന്നു. സോഷ്യൽ മീഡിയയുടെ പങ്കുവച്ച കുറിപ്പിലാണ് തമ്പി ആന്റണി തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത്. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് താൻ മുമ്പ് കുറിച്ചിട്ട കാര്യം CJ റോയിയുടെ പതനത്തിലും കാണാൻ കഴിയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പെട്ടെന്നുണ്ടായ മാനസിക സംഘർഷം മൂലമാണ് സ്വയം വെടിവെച്ചതെന്ന് തനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ലെന്നും തമ്പി ആന്റണി പറയുന്നു. നമ്പൂതിരിയുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ റോയി ചതിച്ചു എന്ന ആരോപണം ഞാൻ വിശ്വസിക്കുന്നില്ല. ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് CJ റോയിയുടെ സാന്നിധ്യം തന്നെ ആയിരിക്കണം. അല്ലായിരുന്നെങ്കിൽ ഒരു നിക്ഷേപവുമില്ലാതെ ബുദ്ധിമാനായ നമ്പൂതിരി റോയിയെ തന്റെ പങ്കാളിയാക്കുമായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ബിസിനസ് ലോകത്ത് സാധാരണമാണ്. പിന്നീട് ഉണ്ടായ പിണക്കങ്ങളും വേർപാടും അത്ര അസ്വാഭാവികമായ കാര്യങ്ങളുമല്ല. ഇതെല്ലാം സംബന്ധിച്ച് സംസാരിക്കേണ്ടത് നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. എന്നാൽ അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണെന്ന കാര്യത്തിൽ പോലും ആർക്കും വ്യക്തമായ അറിവില്ല. ഒരു സിനിമാ നിർമ്മാതാവെന്ന നിലയിലാണ് ഞാൻ ആദ്യം CJ റോയിയെക്കുറിച്ച് കേൾക്കുന്നത്. കാസനോവ എന്ന സിനിമയിൽ അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് നിർമ്മാണ പങ്കാളിയായപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് പരിചയത്തിലാവുന്നത്. അന്ന് ആ സുഹൃത്ത് എന്നോട് ഉപദേശം ചോദിച്ചപ്പോൾ പറ്റുമെങ്കിൽ എത്രയും വേഗം നിക്ഷേപിച്ച തുക തിരിച്ചെടുക്കുക, പുതിയ സംരംഭം തുടങ്ങുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞത്. സിനിമാ നിർമ്മാണത്തിൽ എനിക്ക് തന്നെ ഉണ്ടായ നഷ്ടാനുഭവങ്ങളാണ് ആ നിരുത്സാഹപ്പെടുത്തലിന്റെ കാരണം. സുഹൃത്ത് ആ ഉപദേശം സ്വീകരിച്ചതുകൊണ്ട് ഒരു വലിയ നഷ്ടം ഒഴിവായി കിട്ടി. പിന്നീട് കാസനോവ റോയിക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയെന്ന വാർത്തയും പുറത്തു വന്നു. അതിനുശേഷവും സോഷ്യൽ മീഡിയയിൽ CJ റോയിയെ താൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല. മറ്റേതോ റോയ് ആകുമെന്നാണ് കരുതിയത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അവ എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. പ്ലെയിൻ യാത്രയിൽ പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ പോവുകയാണെന്ന് പൈലറ്റ് അനൗൺസ് ചെയ്താലും ഞാൻ ഡപ്പാങ്കുത്ത് കളിക്കും, ജീവിതം ഓരോ നിമിഷവും ആഘോഷിക്കാനുള്ളത് എന്നാണ് CJ റോയി ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് മരണത്തെ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ലെന്ന് തന്നെ കരുതാം. 12ഓളം റോൾസ് റോയ്സ് കാറുകൾ, നടക്കുമ്പോൾ 15ഓളം അംഗരക്ഷകർ, ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ മുഴുവൻ ഫ്ലോർ ബുക്ക് ചെയ്യൽ, പ്രത്യേക എലിവേറ്റർ, ഇത്രയും സുരക്ഷാ ഭ്രമം ആരെ പേടിച്ചിട്ടായിരുന്നു? സമ്പത്ത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരുടെ കയ്യടിയോ അസൂയയോ നേടാനുള്ള വ്യഗ്രത, അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു? പെട്ടെന്ന് പണക്കാരനായാൽ ചിലർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലായിരുന്നു CJ റോയ് എന്ന് തോന്നുന്നു. ഇത്രത്തോളം വിദ്യാഭ്യാസവും അനുഭവവും ഉള്ള ഒരാളായ റോയി അത്തരം ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അദ്ദേഹത്തിന്റെ അവസാന വീഡിയോകളിലെ ശരീരഭാഷയും ശരീരാവസ്ഥയും പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. ജീവിതം ആഘോഷിക്കുന്നതായി ശരീരഭാഷ പറയുമ്പോഴും ശരീരം തീർത്തും അനാരോഗ്യപരമായി കാണപ്പെട്ടു. പണം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം ആരോഗ്യത്തെ അവഗണിക്കുന്ന സമ്പന്നരെ കണ്ടാൽ അതാണ് എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നുന്നത്. എന്തൊക്കെ നേടിയാലും ആരോഗ്യമില്ലെങ്കിൽ അതിനൊക്കെ എന്ത് വിലയാണുള്ളത്? സ്വയം മരിച്ചില്ലായിരുന്നെങ്കിലും അധികനാൾ ജീവിച്ചിരിക്കാനുള്ള ഒരു ശരീരഭാഷ ആയിരുന്നില്ല റോയിയുടേത്. ഈ അവസ്ഥ മറ്റുള്ള സമ്പന്നർക്കെങ്കിലും ഒരു പാഠമാകണം. പണം പോയാൽ വീണ്ടും ഉണ്ടാക്കാം, ആരോഗ്യം പോയാൽ പണം കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് കമ്പ്യൂട്ടർ മാന്ത്രികനും ബില്യണറുമായ സ്റ്റീവ് ജോബ്സിന്റെ അവസാനകാല വാക്കുകളാണ്. ലോകത്തിലെ മൊത്തം പണം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ആരോഗ്യം വാങ്ങിക്കാൻ ആകില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ പോവുക എന്നത് തീർത്തും നിർഭാഗ്യകരമാണ്. ആ അമ്മയുടെയും കുടുംബത്തിന്റെയും സങ്കടങ്ങൾ കണ്ടു നിൽക്കാനാവില്ല. പ്രണാമം. ഇതാണ് തമ്പി ആന്റണി തന്റെ ആ കുറിപ്പിൽ പറയുന്നത്. അതേസമയം CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പല വാർത്തകളും പോലീസ് തള്ളിക്കളഞ്ഞിരുന്നു. റോയിയുടെ എന്ന് പറയപ്പെടുന്ന 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്താനായിട്ടില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇത്തരം പ്രചാരണങ്ങൾ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും സംഭവസ്ഥലത്ത് നിന്ന് അത്തരമൊരു രേഖയും ലഭിച്ചിട്ടില്ലെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചു. ജനുവരി 30-ന് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ലാംഗ്ഫോർട്ട് ടൗണിലെ സ്വകാര്യ ക്യാബിനിൽ റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ആദായനികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്ന് റോയിയുടെ സഹോദരൻ ആരോപിച്ചു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി റോയി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു എന്നുമാണ് കുടുംബത്തിന്റെ പരാതി. എന്നാൽ ഉദ്യോഗസ്ഥർ റോയിയെ ചോദ്യം ചെയ്യുകയായിരുന്നില്ല എന്നും മുൻപ് പിടിച്ചെടുത്ത രേഖകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും പോലീസ് പറയുന്നു. റോയിയുടെ പക്കൽ തോക്കുള്ള കാര്യം ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നുമില്ല. ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു കത്തയച്ചിരുന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. റോയിയുടെ ക്യാബിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തത് പോലീസിനെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ റോയിയുടെ ഭാര്യയെയും മറ്റ് കുടുംബാംഗങ്ങളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും.